ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. അത് നോയ്സിൻ്റെ പ്ലേ വ്ളോഗ് എഡിഷൻ എന്ന് പറയുന്ന ആക്ഷൻ ക്യാമറയാണിത്. ഇത് വ്ളോഗ് ചെയ്യുന്ന, അതായത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു ആക്ഷൻ ക്യാമറയാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യാമറ. ഇതൊരു നല്ലൊരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. ഒരു പ്രീമിയം പാക്കേജിങ്ങിൽ തന്നെ വന്നിരിക്കുന്നതെന്ന് വേണേൽ പറയാം. ഈ ക്യാമറ നമുക്ക് എല്ലാ മേജർ ഓൺലൈൻ സൈറ്റുകളിലും ലഭ്യമാണ്. അല്ലെങ്കിൽ നോയ്സിൻ്റെ സൈറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങാം. 7,999 രൂപയാണ് ഈ ക്യാമറയുടെ വില. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇത് 4K റെക്കോർഡിംഗ് മുതൽ 4K 2K HD ഫുൾ HD എല്ലാ ഇതിലും ഫോർമാറ്റിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് ഓൾറെഡി ഇതിനുള്ളിൽ ഒരു കേസിനകത്താണ് ഈ ക്യാമറ വന്നിരിക്കുന്നത്. ഒരു വാട്ടർ പ്രൂഫ് കേസിനകത്ത് ഉള്ളിലാണ് ക്യാമറ ഈ കവറിനകത്ത് ഇരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യാമറ. അതിൻ്റെ ആക്സസറി ബോക്സിനോട് തന്നെ ചേർത്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കത് ഈ ക്യാമറ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതും ആക്ച്വലി ഇതിൻ്റെ ഒരു കണക്ടറാണ്. അത് ക്ലിപ്പ് പോലെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഈ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ട കുറച്ച് അഡാപ്റ്റേഴ്സ്, ഇതിൻ്റെ ആക്സസറീസ് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ഈ ആക്സസറീസിൻ്റെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ എല്ലാം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ അട്രാക്ഷൻ. അതായത് ഈ വ്ളോഗ് എഡിഷന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയൊരു ക്യാമറയാണല്ലോ. അപ്പോൾ അതിനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മൈക്കാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്കാണിത്. നമുക്കിത് ക്യാമറയായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലാപ്പിൽ കണക്ട് ചെയ്യുന്ന മൈക്ക് പോലെ നമുക്കിത് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ലാരിറ്റിയുള്ള വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണിത്. അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതിനകത്തുള്ള ബാക്കി എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇതതിൻ്റെ ചാർജിങ് ഡാറ്റ എല്ലാത്തിനും യൂസ് ചെയ്യാവുന്ന കേബിളാണ്. നമ്മൾ നോർമൽ USB മൈക്രോ USB കേബിളാണ്. ഇതെല്ലാം ട്രൈപോഡിലും മറ്റും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ അഡാപ്റ്റേഴ്സാണ് ഇതെല്ലാം. ഈ അഡാപ്റ്റേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പാണ്. നമുക്ക് ബൈക്കിൽ യൂസ് ചെയ്യാം. അത് ബൈക്കിൽ ഇപ്പോൾ ഹാൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ബാർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടറാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറുമായിട്ട് നമുക്ക് ഈ ആക്ഷൻ ക്യാമറ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ചില സ്ട്രാപ്പുകളാണ്. ഇതതിൻ്റെ ഒരു നോർമൽ കേസാണ്. അതിൻ്റെ പുറത്തുനിന്ന് ഷെയ്ക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേസാണ്. അത് പ്ലാസ്റ്റിക്കാണ്. അത്ര വലിയ ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയൽ അല്ലത്. ഒരു യൂസർ മാനുവലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ ബട്ടൺസൊക്കെ എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതൊന്നുമില്ല. ബട്ടൺസ് എന്താണെന്നുള്ളതിൻ്റെ മാത്രമുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത്രയും ആക്സസറീസാണ് നമുക്ക് ഈ ക്യാമറയുടെ കൂട്ടത്തിൽ കിട്ടുന്നത്. നമുക്ക് ഈ ക്യാമറ ഒന്ന് പുറത്തെടുത്തിട്ട് ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ക്യാമറ. ഇത് ഓൾറെഡി ഒരു വാട്ടർ പ്രൂഫ് കേസിനകത്താണ് ഇതിപ്പം വന്നിരിക്കുന്നത്. അത് ആ കേസ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഈ കേസ് വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസ് യൂസ് ചെയ്യാം. ഇതിനകത്ത് വെള്ളം കയറത്തില്ല. നമുക്ക് ജസ്റ്റ് കേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്യാമറ വെളിയിലെടുക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ.
കേസ് ആക്ച്വലി നല്ല ക്വാളിറ്റിയുള്ള ഒരു കേസാണ്. എല്ലാ ബട്ടൺസിനും പുറത്തുനിന്ന് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ബാക്കിൽ റബ്ബർ ഉള്ളതുകൊണ്ട് അതിനുള്ളിൽ വെള്ളം കയറത്തില്ല. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആക്ഷൻ ക്യാമറകളുടെ ഒരു മെയിൻ പാർട്ടാണ് ഈ കേസ്. ഇതാണ് നമ്മുടെ ക്യാമറ. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന കയ്യിൽ പിടിച്ചിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടുകളും വീഡിയോ ഔട്ട്പുട്ട് പോർട്ടുകളുമാണ്. അത് നമ്മൾ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യുക. അവിടെ മൈക്കിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് പോർട്ടുണ്ട്. മൈക്രോ SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. പുറകിലുള്ള 2 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് പുറകെ വരുന്നത്. വൈഫൈ കണക്റ്റഡ് ആണ്. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. ഫോൺ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. റിമോട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരു അപ്പ് ഡൗൺ ആരോമാർക്ക് ബട്ടൺസ് ഉണ്ട്. സൈഡിൽ മേളിൽ 2 ബട്ടൺസ് ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി റിമൂവബിൾ ആണ്, അതുപോലെ തന്നെ റീപ്ലേസബിളും ആണ്. കൃത്യമായ ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും എത്ര കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. കയ്യിൽ നിന്ന് പെട്ടെന്ന് വഴുതി പോകാത്തൊരു രീതിയിലുള്ള പുറംഭാഗമാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കയ്യിൽ ഹാൻഡി ആയിട്ട് തന്നെ പിടിക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ബോക്സിനുള്ളിലുള്ള ഐറ്റംസ്. നമുക്കിനി ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ, അതായത് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.